അക്കാഡമി PSCയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കുവാൻ പോകുന്നത് യുറാനസിനെ പറ്റിയാണ്. വലിപ്പത്തിൽ 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹമാണ് യുറാനസ്. വലിപ്പത്തിൽ 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹമാണ് യുറാനസ്. അപ്പോൾ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹം ഏതാണ്? അത് വ്യാഴമാണ്. 2-ാം സ്ഥാനത്ത് നിൽക്കുന്നത് ശനിയാണ്. 3-ാം സ്ഥാനത്ത് നിൽക്കുന്നത് യുറാനസ് ആണ്. ഓക്കെയാണോ? എന്താണ്? വലിപ്പത്തിൽ 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹമാണ് യുറാനസ്. അപ്പോൾ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത് ആരാണ്? വ്യാഴമാണ്. 2-ാം സ്ഥാനത്ത് നിൽക്കുന്നത് ശനിയാണ്. 3-ാം സ്ഥാനത്ത് നിൽക്കുന്നത് യുറാനസ് ആണ്. ഉരുളുന്ന ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹമാണ് യുറാനസ്. ഉരുളുന്ന ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹമാണ് യുറാനസ്. ഓക്കെയാണോ? എന്താണ്? ഉരുളുന്ന ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹമാണ് യുറാനസ്. അപ്പോൾ വലിപ്പത്തിൽ 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹമാണ് യുറാനസ്. അതുപോലെ തന്നെ ഉരുളുന്ന ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹമാണ് യുറാനസ്. ധ്രുവപ്രദേശത്ത് സൂര്യനഭിമുഖമായി ഗ്രഹമാണ് യുറാനസ്. എന്താണ്? ധ്രുവപ്രദേശത്ത് സൂര്യനഭിമുഖമായിട്ട് നിൽക്കുന്ന ഗ്രഹമാണ് യുറാനസ്. ഓക്കെയാണോ? എന്താണ്? ധ്രുവപ്രദേശത്ത് സൂര്യനഭിമുഖമായിട്ടുള്ള ഗ്രഹമാണ് യുറാനസ്. ഓക്കെയാണോ? എന്താണ്? ധ്രുവപ്രദേശത്ത് സൂര്യനഭിമുഖമായിട്ടുള്ള ഗ്രഹമാണ് യുറാനസ്. അപ്പോൾ വലിപ്പത്തിൽ 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹമാണ് യുറാനസ്. ഉരുളുന്ന ഗ്രഹമാണ് യുറാനസ്. ധ്രുവപ്രദേശത്ത് സൂര്യനഭിമുഖമായിട്ട് നിൽക്കുന്ന ഗ്രഹമാണ് യുറാനസ്. ആകാശദേവൻ എന്നറിയപ്പെടുന്ന ഗ്രഹമാണ് യുറാനസ്. എന്താണ്? ആകാശദേവൻ എന്നറിയപ്പെടുന്ന ഗ്രഹമാണ് യുറാനസ്. ഓക്കെയാണോ? എന്താണ്? ആകാശദേവൻ എന്നറിയപ്പെടുന്ന ഗ്രഹമാണ് യുറാനസ്. അപ്പോൾ നമ്മൾ പഠിച്ചു വന്നത് എന്താണ്? യുറാനസിനെ പറ്റിയാണ് പഠിച്ചു വന്നത്. ആദ്യം എന്തായിരുന്നു പഠിച്ചത്? വലിപ്പത്തിൽ 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹമാണ് യുറാനസ്. വലിപ്പത്തിൽ 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹമാണ് യുറാനസ്. അപ്പോൾ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഏതൊക്കെയാണ്? വ്യാഴമാണ്. 2-ാം സ്ഥാനത്ത് ശനിയാണ്. 3-ാം സ്ഥാനത്ത് യുറാനസ് ആണ്. ഉരുളുന്ന ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹമാണ് യുറാനസ്. അതുപോലെ തന്നെ ധ്രുവപ്രദേശത്ത് സൂര്യനഭിമുഖമായിട്ടുള്ള ഗ്രഹമാണ് യുറാനസ്. പിന്നെ ആകാശദേവൻ എന്നറിയപ്പെടുന്ന ഗ്രഹമാണ് യുറാനസ്. പച്ചഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹമാണ് യുറാനസ്. ഉരുളുന്ന ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹമാണ് യുറാനസ്. അതുപോലെ തന്നെ പച്ചഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹമാണ് യുറാനസ്. എന്താണ്? പച്ചഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹമാണ് യുറാനസ്. ഓക്കെയാണ്. അപ്പോൾ യുറാനസിനെ 2 പേരിലാണ് അറിയപ്പെടുന്നത്. ഒന്ന് ഉരുളുന്ന ഗ്രഹമെന്നും 2 പച്ചഗ്രഹമെന്നും അറിയപ്പെടുന്നു. എന്തിൻ്റെ സാന്നിധ്യമാണ് യുറാനസ് പച്ച കലർന്ന നീല നിറത്തിൽ കാണുന്നത്? മീഥെയിൻ്റെ. എന്താണ്? എന്തിൻ്റെ സാന്നിധ്യം കാരണമാണ് യുറാനസ് പച്ച കലർന്ന നീല നിറത്തിൽ കാണുന്നത്? എന്തിൻ്റെയാണ്? മീഥെയിൻ്റെ ആണ്. ഓക്കെയാണോ? അപ്പോൾ പച്ചഗ്രഹം എന്നറിയപ്പെടുന്നത് യുറാനസ് അല്ലേ? അപ്പോൾ ഈ പച്ച നിറത്തിന് കാരണം മീഥെയിനാണ്. മീഥെയിൻ്റെ സാന്നിധ്യം കൊണ്ടാണ് യുറാനസ് പച്ച നിറത്തിൽ കാണപ്പെടുന്നത്. അരുണൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്രഹമാണ് യുറാനസ്. ഓക്കെയാണോ? എന്താണ്? അരുണൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്രഹമാണ് യുറാനസ്. അപ്പോൾ ഉരുളുന്ന ഗ്രഹമാണ് യുറാനസ്. പച്ചഗ്രഹം എന്നറിയപ്പെടുന്ന യുറാനസ്. അതുപോലെ തന്നെ അരുണൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്രഹമാണ് യുറാനസ്. ഓക്കെയാണല്ലോ. ടെലസ്കോപ്പിലൂടെ കണ്ടെത്തപ്പെട്ട ആദ്യ ഗ്രഹമാണ് യുറാനസ്. അപ്പോൾ ടെലസ്കോപ്പിൻ്റെ സഹായത്തോടെ കണ്ടെത്തിയ ആദ്യ ഗ്രഹമാണെന്ത്? യുറാനസ്. 1781 വില്യം ഹെർഷലാണ് കണ്ടെത്തിയത്. എന്താണ്? യുറാനസിനെ ടെലസ്കോപ്പിൻ്റെ സഹായത്തോടെയാണ് കണ്ടെത്തിയത്. അതുകൊണ്ട് ടെലസ്കോപ്പിൻ്റെ സഹായത്തോടെ കണ്ടെത്തിയ ആദ്യ ഗ്രഹം എന്നറിയപ്പെടുന്നത് യുറാനസ് ആണ്. 1781 വില്യം ഹെർഷലാണ് യുറാനസ് കണ്ടെത്തിയത്. ഓക്കെയാണോ? എന്താണ്? 1781 വില്യം ഹെർഷലാണ് ടെലസ്കോപ്പിലൂടെ യുറാനസ് കണ്ടെത്തിയത്. സൂര്യനിൽ നിന്നുള്ള യുറാനസിൻ്റെ അകലം എന്ന് പറയുന്നത് 19.6 അസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണ്. എന്താണ്? സൂര്യനിൽ നിന്നുള്ള യുറാനസിൻ്റെ അകലം എന്ന് പറയുന്നത്
19.6 അസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണ്. എത്രയാണ്? 19.6 അസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണ്. യുറാനസിൻ്റെ ഭ്രമണകാലം എന്ന് പറയുന്നത് 17 മണിക്കൂറാണ്. യുറാനസിൻ്റെ ഭ്രമണകാലം എത്രയാണ്? 17 മണിക്കൂറാണ്. ഓക്കെയാണോ? എന്താണ്? യുറാനസിൻ്റെ ഭ്രമണകാലം എത്രയാണ്? 17 മണിക്കൂറാണ്. ഓക്കെയാണോ? എന്താണ്? അപ്പോൾ സൂര്യനിൽ നിന്നുള്ള അകലം 19.6 അസ്ട്രോണമിക്കൽ യൂണിറ്റും യുറാനസിൻ്റെ ഭ്രമണകാലം എത്രയാണ്? 17 മണിക്കൂറുമാണ്. എന്നാൽ യുറാനസിൻ്റെ പരിക്രമണകാലം 84 വർഷങ്ങളാണ്. യുറാനസിൻ്റെ പരിക്രമണകാലം എത്രയാണ്? 84 വർഷങ്ങളാണ്. ഓക്കെയാണോ? അപ്പോൾ യുറാനസിൻ്റെ ഭ്രമണകാലം 17 മണിക്കൂറും യുറാനസിൻ്റെ പരിക്രമണകാലം 84 വർഷങ്ങളുമാണ്. എന്താണ്? യുറാനസിൻ്റെ ഭ്രമണകാലം 17 മണിക്കൂറും യുറാനസിൻ്റെ പരിക്രമണകാലം 84 വർഷങ്ങളുമാണ്. നീലഹരിത വർണ്ണത്തിൽ കാണപ്പെടുന്ന ഗ്രഹമാണ് യുറാനസ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു പച്ച നിറത്തിൽ അല്ലെങ്കിൽ പച്ച ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹമാണ് യുറാനസ് എന്ന്. അതുപോലെ തന്നെ നീലഹരിത വർണ്ണത്തിൽ കാണപ്പെടുന്ന ഗ്രഹമാണ് യുറാനസ്. എന്താണ്? നീലഹരിത വർണ്ണത്തിൽ കാണപ്പെടുന്ന ഗ്രഹമാണ് യുറാനസ്. അതിന് കാരണം എന്താണ്? മീഥൈൻ്റെ സാന്നിധ്യമാണ്. ഓക്കെയാണോ? എന്താണ്? നീലഹരിത വർണ്ണത്തിൽ കാണപ്പെടുന്നതിൻ്റെ കാരണം എന്താണ്? മീഥൈൻ്റെ സാന്നിധ്യമാണ്. കിടക്കുന്ന ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹമാണ് യുറാനസ്. എന്താണ്? കിടക്കുന്ന ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹമാണ് യുറാനസ്. അപ്പോൾ ഉരുളുന്ന ഗ്രഹം എന്നറിയപ്പെടുന്നതാണ് യുറാനസ്. പച്ചഗ്രഹം എന്നറിയപ്പെടുന്നതാണ് യുറാനസ്. അതുപോലെ തന്നെ കിടക്കുന്ന ഗ്രഹം എന്നറിയപ്പെടുന്നതാണ് യുറാനസ്. എന്താണ്? കിടക്കുന്ന ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹമാണ് യുറാനസ്. യുറാനസ് എത്ര ഉപഗ്രഹങ്ങളെയാണ് ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളത്? അപ്പോൾ യുറാനസിൻ്റെ എത്ര ഉപഗ്രഹങ്ങളെയാണ് ഇപ്പോൾ കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളത്? ഏകദേശം 27ഓളം. അപ്പോൾ യുറാനസിൻ്റെ ആകെ ഉപഗ്രഹങ്ങളുടെ എണ്ണം എത്രയാണ്? 27ആണ്. ഓക്കെയാണോ? യുറാനസിൻ്റെ ആകെ ഉപഗ്രഹങ്ങളുടെ എണ്ണം എത്രയാണ്? 27ആണ്. ഓക്കെയാണോ? എന്താണ്? യുറാനസിൻ്റെ ആകെ ഉപഗ്രഹങ്ങളുടെ എണ്ണം 27ആണ്. യുറാനസിൻ്റെ അച്ചുതണ്ടിൻ്റെ ചരിവ് 98 ഡിഗ്രിയാണ്. യുറാനസിൻ്റെ അച്ചുതണ്ടിൻ്റെ ചരിവ് എത്രയാണ്? 98 ഡിഗ്രിയാണ്. ഓക്കെയാണോ? യുറാനസിൻ്റെ അച്ചുതണ്ടിൻ്റെ ചരിവ് എത്രയാണ്? 98 ഡിഗ്രിയാണ്. ഓക്കെയാണോ? എന്താണ്? യുറാനസിൻ്റെ അച്ചുതണ്ടിൻ്റെ ചരിവ് എത്രയാണ്? 98 ഡിഗ്രിയാണ്. ഉപഗ്രഹങ്ങൾക്ക് ഷേക്സ്പിയർ കഥാപാത്രങ്ങളുടെ പേരുകൾ നൽകിയിരിക്കുന്ന ഗ്രഹമാണ് യുറാനസ്. എന്താണ്? ഉപഗ്രഹങ്ങൾക്ക് ഷേക്സ്പിയറിൻ്റെയും അലക്സാണ്ടർ പോപ്പ് എന്നിവരുടെ കൃതികളിലെ കഥാപാത്രങ്ങളുടെ പേരുകളാണ് നൽകിയിരിക്കുന്നത്. എന്താണ്? ഈ യുറാനസിൻ്റെ ഉപഗ്രഹങ്ങൾക്ക് ഷേക്സ്പിയറിൻ്റെയും അലക്സാണ്ടർ പോപ്പിൻ്റെയും കൃതികളുടെ കഥാപാത്രങ്ങളുടെ പേരുകളാണ് നൽകിയിട്ടുള്ളത്. ഓക്കെയാണോ? എന്താണ്? ആകെ യുറാനസിൻ്റെ ഉപഗ്രഹങ്ങളുടെ എണ്ണം 27ആണ്. ഈ ഉപഗ്രഹങ്ങൾക്ക് ഷേക്സ്പിയർ, അലക്സാണ്ടർ പോപ്പ് എന്നിവരുടെ കൃതികളിലെ കഥാപാത്രങ്ങളുടെ പേരുകളാണ് നൽകിയിരിക്കുന്നത്. യുറാനസിൻ്റെ പ്രധാനപ്പെട്ട ഉപഗ്രഹങ്ങളാണ് ഏരിയൽ, മിറാണ്ട, കാലിബാൻ, ജൂലിയറ്റ്, ടെസ്റ്റിമോന, പ്രോസ്പെറോ, ടൈറ്റാനിയ, ഡെഡ്സിമോണ, കോർഡിലിയ. ഓക്കെയാണോ? എന്താണ്? യുറാനസിൻ്റെ പ്രധാനപ്പെട്ട ഉപഗ്രഹങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് ഏരിയൽ. ഏതാണ്? ഏരിയൽ. രണ്ടാമത്തത് മിറണ്ട. രണ്ടാമത്തേതാണ് മിറണ്ട. അപ്പോൾ ഒന്നാമത്തത് ഏരിയൽ, രണ്ടാമത്തത് മിറണ്ട, മൂന്നാമത്തത് കാലിബാൻ. മൂന്നാമത്തേതാണ് കാലിബാൻ. അപ്പോൾ ഏരിയൽ, മിറണ്ട, കാലിബാൻ. അടുത്താണ് ജൂലിയറ്റ്. അടുത്തത് ജൂലിയറ്റ്. ഓക്കെയാണോ? അപ്പോൾ എന്തുവാ? ഏരിയൽ, മിറാണ്ട, കാലിബാൻ, ജൂലിയറ്റ്. അടുത്തതാണ് ടെസ്റ്റിമോന. അടുത്തതാണ് ടെസ്റ്റിമോന. അടുത്തതാണ് പ്രോസ്പെറോ. അടുത്തതാണ് പ്രോസ്പെറോ. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഉപഗ്രഹമാണ് ടൈറ്റാനിയ. യുറാനസിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഉപഗ്രഹം ഏതാണ്? ടൈറ്റാനിയ. ഏതാണ്? ടൈറ്റാനിയ. ഓക്കെയാണോ? അപ്പോൾ യുറാനസിൻ്റെ ഏറ്റവും വലിയ ഉപഗ്രഹം ഏതാണ്? അത് ടൈറ്റാനിയ ആണ്. യുറാനസിൻ്റെ ഏറ്റവും വലിയ ഉപഗ്രഹം ഏതാണ്? ടൈറ്റാനിയ ആണ്. ഓക്കെയാണോ? യുറാനസിൻ്റെ ഏറ്റവും വലിയ ഉപഗ്രഹം ഏതാണ്? അത് ടൈറ്റാനിയ ആണ്. ഓക്കെയാണോ? അപ്പോൾ യുറാനസിൻ്റെ പ്രധാനപ്പെട്ട ഉപഗ്രഹങ്ങൾ ഏതൊക്കെയാണ്? ഏരിയൽ, മിറാണ്ട, കാലിബാൻ, ജൂലിയറ്റ്, ടൈറ്റാനിയ, പ്രോസ്പെറോ, കോർഡിലിയ. ഏതൊക്കെയാണ്? ഏരിയൽ, മിറാണ്ട, കാലിബാൻ, ജൂലിയറ്റ്, ടൈറ്റാനിയ, കോർഡിലിയ.
പ്രോസ്പെറോ ഒക്കെയാണല്ലോ. ഈ യുറാനസിൻ്റെ ഉപഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ ഉപഗ്രഹം ഏതാണ്? ടൈറ്റാനിയ ആണ്. ഏതാണ്? ടൈറ്റാനിയ ആണ്. ഓക്കെ ആണല്ലോ.